പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ സുമ ചേച്ചീനെ വിളിക്കാനെ കൊണ്ടാണ് കേട്ടോ. സുമ ചേച്ചി ആരാ? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് പോയി വിളിച്ചോണ്ട് വരാം. എവിടെയാണ്? സീരിയലിനകത്തൊക്കെ ഉള്ള ആളാണ് കേട്ടോ. കണ്ടിട്ടുണ്ടോ ചേച്ചിയെ? പിന്നെ ഈ ചേച്ചിയൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ 1 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ ചേച്ചിന്ന് വിളിക്കും, ചിലപ്പോൾ സുമയെന്ന് വിളിക്കും. ഓൾറെഡി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാവിലെ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം തൊട്ടുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഞാനൊന്ന് പറയാം. ഇന്ന് രാവിലെ ഞാനൊരു 1:30-1:45 ഒക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തു. എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ വീട്ടിൽ ഹെൽപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം അമ്മ കുഞ്ഞിനെ കൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്നെ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. അതാണ് ഫസ്റ്റ്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിൽ നിന്ന് നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി നമ്മുടെ പത്തനംതിട്ട തന്നെയാണ്. നമ്മുടെ അമല ബാർ, പത്തനംതിട്ട ഉള്ളവർക്ക് അറിയായിരിക്കും. അമല ബാറിലായിരുന്നു. അവിടെ ഹോട്ടലുണ്ടല്ലോ. അപ്പം ഒരു ഫാമിലി അവിടെ സ്റ്റേയിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു ബ്രൈഡ് ഉണ്ടായിരുന്നു. അപ്പം ചേച്ചിയും ചേട്ടനും ഒക്കെ കൂടിയിട്ടാണ് വന്നത്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു സ്റ്റാഫുണ്ട്, അവരെയും പിക്ക് ചെയ്ത് നമ്മൾ ഹോട്ടലിലേക്ക് പോയി. അവിടുന്ന് മേക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്ത് തിരിച്ചിറങ്ങി. അപ്പോഴത്തെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഫുഡ് വാങ്ങിച്ചു കഴിച്ചു. അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം. പിന്നെന്താ വിശേഷം? എനിക്കിഷ്ടമാണ് കേട്ടോ വീഡിയോസ് ഇങ്ങനെ എടുക്കാനും കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്ന, അതുകൊണ്ടാണല്ലോ എൻ്റെ ഫാമിലിയിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർക്ക് അതൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളിപ്പം പത്തനംതിട്ടയിലുള്ള അമല ബാറിലാണ് കേട്ടോ. നമ്മുടെ രാവിലത്തെ വർക്ക് ഇവിടെ ആയിരുന്നേ. ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി പോയി. അപ്പം ഞങ്ങൾ രണ്ടും ഉള്ളൂ. ഞങ്ങൾ രണ്ടും പോവാണ്. തുറന്നൊന്നുമില്ലയോ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നത് എന്താണ്? മുട്ടക്കറിയും പൊറോട്ടയും. ഞങ്ങളിപ്പം ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ചായ കുടിക്കാനായിട്ട് ഇവിടെ വന്നത്. ഇന്നാണ് ഞാൻ കുറേ ദിവസമായിട്ട് വരണം എന്ന് വിചാരിച്ച കടയിലേക്ക് വരാൻ. അതെ, ഇന്നാണ് അതിന് പറ്റിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഇവിടെ ചായക്ക് ഞാൻ വീഡിയോസ് എടുക്കുന്ന ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. കാരണം എല്ലാവരും ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്തിനാ എടുക്കുന്നത്, എന്ത് കാണിക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, അങ്ങനെ ഇങ്ങനെ മറ്റേതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ ഇങ്ങനെ പിന്നോട്ടിങ്ങനെ വലിക്കുന്നുണ്ട്. ഇപ്പം വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാം ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തോട്ടെ. നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല അത്. എൻ്റെ ഫോണ്
ഞാൻ നടക്കുമ്പോൾ വീഡിയോസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ കൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഫേസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ എന്താണ് അവർക്ക് ഇത്ര പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ അതിനകത്ത് കമൻസ് പറയാനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളത് പറഞ്ഞോളൂ. നിങ്ങളെ ബാധിക്കാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ എന്തിനാണ് ഈ കമൻസ് പറയുന്നത്? എൻ്റെ വീഡിയോസിന് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അത് എന്നോട് ഡയറക്റ്റും അല്ലാതെയുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്കിത് ഈ ഒരു വീഡിയോ അവർ കാണുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് മനസ്സിലാവുമായിരിക്കും ആർക്കിട്ടാണ് ഇത് കൊള്ളുന്നത് എന്ന്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആർക്കും അതിനകത്ത് കമൻസ് പറയേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഇതൊരു മെമ്മറി കൂടിയല്ലേ. നമ്മളിപ്പം കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ കിട്ടത്തില്ലേ? ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനെ കൊണ്ടും ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഞാൻ വീഡിയോ ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല. പിന്നെ ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് ഇപ്പോൾ 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കാനെ കൊണ്ടുണ്ടെന്നും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടം ആണ് എന്നുള്ളത് കൊണ്ടുമല്ലേ. അതുകൊണ്ട് അത് മതി. ഇപ്പം 1000 ഇല്ല 100 ഉള്ളെന്ന് പറഞ്ഞാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ബ്യൂട്ടീഷ്യൻ പഠിക്കണമെന്ന് അത് എൻ്റെ ഇഷ്ടമായിരുന്നു. ഞാൻ ഒരിക്കലും ഒരാളെ കോപ്പി ചെയ്തതല്ല. അയാൾ ബ്യൂട്ടീഷ്യൻ ആണല്ലോ, അപ്പോൾ എനിക്കും ബ്യൂട്ടീഷ്യൻ ആവണം. അല്ലെങ്കിൽ അയാൾ നേഴ്സാണല്ലോ, എനിക്കും നേഴ്സ് ആവണം. അല്ലെങ്കിൽ അയാൾ എയർ ഹോസ്റ്റസ് ആണല്ലോ, എനിക്കും ഏവിയേഷൻ പഠിക്കണം. അങ്ങനെ ഞാൻ ആരെയും കോപ്പി അടിക്കാനെ കൊണ്ട് പോയിട്ടില്ല. എനിക്കൊരു ടേസ്റ്റ് ഉണ്ട്, എനിക്കൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ രീതിക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനിത് പഠിച്ചതും ഈ ജോലി ചെയ്യുന്നതും. ഈ ജോലിയിൽ കുറ്റപ്പെടുത്തുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നീ എന്തിനാ ഇത് പഠിച്ചിട്ട് ഇതിന് പോയത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ച് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അവരോട് എനിക്ക് പറയാനൊക്കെ ഉള്ളത് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു. നമ്മൾ എന്തായാലും കക്കാനോ മുട്ടിക്കാനോ ഒന്നുമല്ല പോകുന്നത്. മാന്യമായിട്ട് പണിയെടുക്കുന്നു, പൈസ എടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അപ്പം ഇതൊക്കെ അവരിപ്പം വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ മനസ്സിലാവും. കാരണം കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ പിന്നിങ്ങനെ വലിക്കാനെ കൊണ്ട്. അവരത് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അന്നും ഇന്നും എന്നെ സപ്പോർട്ട് ചെയ്തത് ചാച്ചു മാത്രമാണ്. ചാച്ചു അങ്ങനെ എൻ്റെ വീഡിയോസിനകത്തൊന്നും വരാറില്ല. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതിനകത്ത് പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല. എന്നെ ഇനി മനഃപൂർവ്വം പറയാതിരിക്കണോ, പുള്ളിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ അതെനിക്കറിയത്തില്ല. പക്ഷെ എന്നെ കേൾക്കെ പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചാച്ചു അങ്ങനെ വരുവാട്ടെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് വീഡിയോ എടുക്കോട്ടെ, റീൽസ് എടുക്കോട്ടെ, അങ്ങനെയൊന്നും താല്പര്യം ഇല്ലാത്ത ആളാണ് ചാച്ചു. പക്ഷെങ്കിൽ ചാച്ചു എന്നെ ഒന്നും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ഒന്നിനും. ഇനിയും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഇത് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കിപ്പോൾ ഇച്ചിരി എന്തെങ്കിലും തുടങ്ങി കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോകും. കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ഫീലാവും. അതുകൊണ്ട് അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ ഇപ്പം നമ്മുടെ അൻസു 9:20 അൻസുമോൾ ഇപ്പോൾ വരാറെക്കൊണ്ടായി. അപ്പോൾ അവൾ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എനിക്ക് ചെറുതായിട്ട് തലവേദന ഉണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റത് കൊണ്ടായിരിക്കും കുറച്ച് തലവേദനയുണ്ട്. അപ്പോൾ രാവിലെ കഴിച്ചതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെന്താണ് ഗൈസ്, നിങ്ങൾ ഒന്ന് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ ഇല്ലെന്നല്ല, പക്ഷെ നമുക്ക് വാച്ചിങ് അവേഴ്സ് തീരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കാണാനെ കൊണ്ട് ശ്രമിക്കണം. എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് പറയണം. കാരണം എന്നാൽ മാത്രമേ എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ലിമിറ്റേഷൻസ് ആണ് എനിക്ക്. കാരണം എനിക്കങ്ങനെ എല്ലാം ഒന്നും ചെയ്യാനെ കൊണ്ട് പറ്റില്ല. കാരണം
അങ്ങനെ ഒരു പിടുത്തം ഉണ്ട്. പക്ഷെങ്കിൽ പുറത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആക്റ്റീവ് ആകാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളേതായിട്ടുള്ള സജഷൻസ്, എന്ത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാനൊക്കെ ഇഷ്ടം ഒക്കെ ഒന്ന് നിങ്ങളുടെ സജഷൻ നിങ്ങളൊന്ന് പറയണം. എന്നാലേ എനിക്ക് അതനുസരിച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഇത്രയും അംഗങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് നന്ദിയുണ്ട്. എനിക്കെന്തോ ചെറിയൊരു ജലദോഷം പോലൊക്കെ വരുന്നു. പിന്നെന്താണ്, ഓക്കെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ഇന്നിപ്പോൾ നമ്മുടെ ഡേ 4 ആണല്ലോ. അപ്പം ഇത്രയും ദിവസത്തെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കാണാത്തവർ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ തന്നെ എല്ലാവരും പറയുന്നതൊക്കെ തന്നെയുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ കാണിക്കാം. ഓക്കെ, ഫ്രണ്ട്സ് വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മളെന്നെ പള്ളു പറയും വീഡിയോ എടുത്താൽ. എന്നാലും ഞാൻ എടുക്കും. വർക്ക് കാരണം കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തി. നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാണ് കേട്ടോ. നാളെ കാണാം. ബൈ.